ഈ അച്ഛമ്മയുടെ കാര്യം എന്തായാലും ശ്രുതിയുടെ കാര്യത്തിൽ തീരുമാനമായി. ഇനിയിപ്പോ ഞാൻ എവിടെ പോവും? കൂടുതൽ നേരം ഇവിടെ കറങ്ങി നിന്നാ അച്ഛമ്മ എന്തെങ്കിലും ജോലി തരും. ഷോറൂം ഇല്ലെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. പിന്നെ എവിടെ പോവാനാ? സിനിമയ്ക്ക് പോയാലോ? വേണ്ട, ഒറ്റയ്ക്ക് സിനിമ കണ്ടു അറിഞ്ഞാൽ ശ്രുതി ശരിപ്പെടുത്തും. അവക്ക് പിന്നെ ജീവിതകാലം മുഴുവൻ പരാതി പറയാൻ അത് മാത്രം മതി. ഇനി പിന്നെ എന്ത് ചെയ്യും? അല്ലാതെ പിന്നെ ഞാനിപ്പോ എന്താ ചെയ്യ? ആനന്ദം അവിടെ ഉണ്ടാവും. അവിടെ ഇരുന്ന് അന്ന് തൊഴിലില്ലാതെ നടന്ന കാലത്തെക്കുറിച്ച് കുറച്ച് നൊസ്റ്റാൾജിയ മിക്സ് ചെയ്ത് ചിന്തിക്കുകയും ചെയ്യാലോ. ശ്രുതി വീട്ടിൽ നിന്ന് ഇറങ്ങി കാറ് കയറിയിട്ടുണ്ട്. ഇന്ന് ഷോറൂം ഇല്ലാത്തതുകൊണ്ടേ ഏത് റൂട്ടിലാ പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. വിടാതെ ഫോളോ ചെയ്യണം. കൃത്യ സ്ഥലം അറിയിച്ചാൽ മതി. ശരി, അറിയിക്കാം. ഏത് കഷ്ടകാലം പിടിച്ച നേരത്താണാവോ ചില ദുഷ്ടചിന്തകൾ മനസ്സിൽ കടന്നുകൂടിയത്. രേവതിയെ വീട്ടിൽ കിടത്താൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് എനിക്ക് ഈ ഗതികേടൊക്കെ വന്നത്. അച്ഛമ്മ എന്നെ പണി എടുപ്പിച്ച് കൊല്ലും. ഓ, അനുഭവിക്കേ, നീ അനുഭവിക്കേ. നിന്നെ ഞാൻ വെറുതെ വിടുന്ന കരുതണ്ട. അയ്യോ, ഇങ്ങനെയാണോ തുണി അലക്കുക? തുണി കീറിപ്പോവില്ലേ? മുഴുവൻ അഴുക്ക അച്ഛമ്മ. നന്നായി വൃത്തിയാക്കിയില്ലെങ്കിലേ ഇതൊക്കെ എങ്ങനെ ഇടും? അതൊക്കെ നേരാ. എന്നാലും കീറിപ്പോവോ മറ്റോ ചെയ്താ നീ തന്നെ വേറെ വാങ്ങിത്തരണ്ടേ? ആ, ശരിയാ അച്ഛമ്മ. എന്ത് വിഷമം. അച്ഛമ്മയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതെനിക്ക് തോന്നി. അതുകൊണ്ടാ രേവതി മോളുടെ ഡ്രസ്സും വാഷിംഗ് മെഷീനിൽ ഇടാതെ ഞാനിങ് എടുത്തോണ്ട് വന്നേ. എത്ര നാളായി ആ പാർക്കിലെ ബെഞ്ചിൽ കിടന്ന് ഉറങ്ങിയിട്ട്. അതിനകത്തെ ആ കുട്ടികളുടെ പാർക്കിലൊന്ന് കളിച്ചിട്ട്. പാവം ശ്രുതി, ഞാൻ പാർക്കിൽ കാറ്റുകൊണ്ട് സുഖിക്കുമ്പോ അവൾ അടുക്കളയിൽ ഓടി നടന്ന് ചാവും. ഓ, എന്റെ നടു പോയി അച്ഛമ്മേ. ആഹാ, അലക്കി കഴിഞ്ഞോ? ഇല്ല അച്ഛമ്മേ. പിന്നെന്താ ഇരിക്കുന്നേ? കൈ കഴിക്കുന്നു, അതുകൊണ്ട് അച്ഛമ്മേ. അത് ശീലമില്ലാത്തോണ്ടാവും. ദിവസം അലക്കുമ്പോ ശരിയായിക്കോളും. ഈ മലേഷ്യയില് ആരും അലക്കാറില്ലേ? നീയൊക്കെ അലക്കി തേക്കാത്ത തുണിയാണോ ഇടാറ്? വേലക്കാരികൾ അലക്കാറുള്ളത്. ഓ, അത് ശരി. ഈ നാട്ടിൽ വന്നിട്ട് കുറെ ആയല്ലോ, എന്നിട്ടും ഇതുവരെ സ്വന്തം കൈകൊണ്ട് തുണി കഴുകിയിട്ടില്ലല്ലേ? നിന്നൊക്കെ എന്താ വേണ്ടെന്നറിയാമോ? പെട്ടെന്ന് അലക്കി ഉണക്കാനിട്ടിട്ടേ നീ വാ. തറ തുടയ്ക്കണം. വേറെ 100 കൂട്ടം പണികൾ കിടക്കുകയല്ലേ ഇവിടെ. വാ വേഗം. ശ്രുതി പറയൂ. ഞാനിപ്പോ എവിടെയുള്ളതെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുമോ? നീ എവിടെ നിൽക്കുന്നു, എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നൊന്നും എനിക്കിപ്പോ ഊഹിക്കാൻ പറ്റാറില്ല. മുമ്പായിരുന്നെങ്കിൽ പറ്റുമായിരുന്നു. നിനക്ക് എന്നോടുള്ള പരിഭവം മാറിയില്ലേ? ഞാൻ ഇവിടെ പെട്ട് കിടക്കാൻ മീരെ. അലക്കുകല്ലിന് മുന്നിലാ ഞാനിപ്പോ ഉള്ളത്. തുണി അലക്കി അലക്കി എന്റെ നടു ഒടിഞ്ഞു. അത് നന്നായി.